ഭരണം തുടങ്ങും മുൻപേ വി.ഡി. സതീശന്റെ മന്ത്രിസഭയിൽ പിടിമുറക്കി കെ.സി. വേണുഗോപാൽ പക്ഷം. മുഖ്യമന്ത്രി പദവിയെ ചൊല്ലി നടത്തിയ കടുത്ത പോരിന്റെ പ്രതിഫലനമാണ് പുതിയ മന്ത്രിസഭാ പട്ടികയിൽ ഉടനീളം കാണുന്നത്. വി.ഡി. അനുകൂലികളായ നേതാക്കളെ ഒന്നടങ്കം വെട്ടിനിരത്തിയാണ് കെ.സി. പക്ഷം മന്ത്രിസഭയിലെ പ്രധാന വകുപ്പുകളടക്കം കൈക്കലാക്കിയിരിക്കുന്നത്. വി.ഡി. സതീശനോട് ആഭിമുഖ്യം പുലർത്തുന്നവരെയും സതീശൻ നിർദ്ദേശിച്ചവരെയും കൃത്യമായി ഉന്നം വെച്ചായിരുന്നു കെ.സി. പക്ഷത്തിന്റെ നീക്കങ്ങൾ. വി.ഡി. സതീശൻ ക്യാമ്പിലുള്ള നിയുക്ത എം.എൽ.എമാരായ വി.ടി. ബൽറാമിനെയും ഷാനിമോൾ ഉസ്മാനെയും വെട്ടിയാണ് മന്ത്രിസഭ രൂപീകരിച്ചത്. സതീശൻ ക്യാമ്പിന്റെ കരുത്ത് ചോർത്താൻ കെ.സി. വേണുഗോപാൽ തരാതരം പോലെ മാനദണ്ഡങ്ങൾ മാറ്റുകയായിരുന്നു. ഷാനിമോൾ ഉസ്മാൻ മന്ത്രിസഭയിലേക്ക് വരരുതെന്ന കെ.സി. പക്ഷത്തിന്റെ കടുത്ത വാശിയാണ് ഒടുവിൽ ടി. സിദ്ദിഖിന് തുണയായത്. പ്രാദേശിക സമവാക്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഷാനിമോളെ വെട്ടിയപ്പോൾ വി.ടി. ബൽറാമിനെ വെട്ടാൻ കെ.സി. പക്ഷം ആയുധമാക്കിയത് വനിതാ പ്രാതിനിധ്യമാണ്. വി.ടി. ബൽറാമിനെ ഒഴിവാക്കിയാണ് പകരം കെ.എ. തുളസിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്. ചുരുക്കത്തിൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഒരിടത്ത് പ്രാദേശികവാദവും മറ്റൊരിടത്ത് വനിതാവാദവും കെ.സി. പക്ഷം മാറി മാറി ഉപയോഗിച്ചു. മന്ത്രിസ്ഥാനത്ത് നിന്ന് വെട്ടിമാറ്റപ്പെട്ട ഷാനിമോൾക്കൊടുവിൽ കേവലം ഡെപ്യൂട്ടി സ്പീക്കർ പദവി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. സതീശനോട് ആഭിമുഖ്യം കാട്ടിയവരെ വെട്ടിനിർത്തിയ കെ.സി. പക്ഷം മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ജനകീയവുമായ വകുപ്പുകളും കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. ഭരണം തുടങ്ങും മുൻപേ സതീശന്റെ ചിറകരിയാൻ കെ.സി. പക്ഷം നടത്തിയ ഈ കടുംവെട്ടുകൾ കോൺഗ്രസിനകത്തെ വലിയൊരു അപ്രമാദിത്യമാണ് കാണിക്കുന്നത്. ജനം, തിരുവനന്തപുരം.